ഇന്നും നമുക്കൊരു ഫോർക്ക് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. രാവിലെ തന്നെ പോയി 1.5 കിലോ പന്നിയിറച്ചി തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അത് പാകം ചെയ്യാനായി അടുപ്പ് കത്തിച്ച് അതിലേക്ക് ഇരുമ്പ് ചീൻചട്ടി വെച്ച് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിറച്ചി അതിലേക്ക് ഇടുക. ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. നമ്മൾ പാകം ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ വെള്ളം വാർന്ന ശേഷം മാത്രമേ നമ്മളിതിലേക്ക് ഇടാൻ പാടുള്ളൂ. മഞ്ഞൾപ്പൊടിയും ഉപ്പും വെളിച്ചെണ്ണ എല്ലാം നല്ലോണം ചേരുന്നത് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുക. അടുത്ത് നമ്മളിങ്ങനെ മസാലക്കൂടാണ് തയ്യാറാക്കേണ്ടത്. അതിനായി ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കരിയാതെ നോക്കണം. അതിനായി ചെറിയ ഫ്ലെയിമിൽ മാത്രം നമ്മൾ വെച്ചാൽ മതി. ഇതുപോലായി കിട്ടും. അതിനുശേഷം നമ്മളതിനെ പാത്രം തുറന്ന് അതിലേക്ക് ആ മസാല ഇടേണ്ടതാണ് അതിൻ്റെ മുകളിലേക്ക്. അതിനുശേഷം അത് വീണ്ടും നല്ലപോലെ ഇളക്കി അതിലേക്ക് നല്ലോണം ചേർത്ത് വെക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളമായി ഇതടുപ്പ് ഇരിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇതുവരെയായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് കൂടുതൽ കറിവേപ്പില ഇട്ട് നല്ലതുപോലെ ഇളക്കി വീണ്ടും ഒന്ന് പാത്രം കൊണ്ട് നമ്മൾ മൂടി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കുക. അത് നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് കടുകിട്ട് നല്ലോണം പൊട്ടി വരുമ്പോൾ വലിയൊരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടുക. അതിനുശേഷം കുറച്ച് ഇഞ്ചി നമുക്ക് ആവശ്യത്തിന് എടുക്കാം. ഒരു 15 വെളുത്തുള്ളി, ആ വെളുത്തുള്ളി ഇട്ട് ഒന്ന് നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. അതിലേക്ക് തേങ്ങാക്കൊത്ത് ആവശ്യമുള്ളവർ മാത്രം ഇട്ടാൽ മതി. ഒരു കപ്പ് ചെറുള്ളിയും ഇതുകൊണ്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് നല്ലോണം വഴറ്റേണ്ട ആവശ്യമില്ല, ഒരു പാതി വഴറ്റിയാൽ മാത്രം മതി. ഇത് ഈ രൂപത്തിൽ വരുമ്പത്തേനും നമ്മൾ അടപ്പ് തുറന്ന് വീണ്ടും ആ പാത്രത്തിലേക്ക് ഇട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. എല്ലാ സ്ഥലത്തും പറ്റുന്ന പോലെ ഇളക്കണം. നമ്മളൊരു 1 ഗ്ലാസ് വെള്ളം ആകപ്പാടെ ഇതിന് ചേർക്കുന്നുള്ളൂ. ആ 1 ഗ്ലാസ് വെള്ളം എടുത്ത പാത്രത്തേക്ക് എടുത്ത് നമ്മൾ നല്ലവണ്ണം ചുറ്റിച്ച് ഒഴിക്കണം. നമ്മൾ ആദ്യം വെച്ച പാത്രത്തിന് വലിപ്പ വ്യത്യാസം വന്നുകൊണ്ട് നമ്മൾ രണ്ടാമത് പാത്രം ഒന്ന് മാറ്റിയായിരുന്നു. അപ്പോൾ എങ്കിലും അത് നല്ലവണ്ണം ഇതിനകത്ത് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലവണ്ണം ഇളക്കി എല്ലായിടത്തും പറ്റുന്ന പോലെ വെച്ചിട്ട് അതൊന്ന് വീണ്ടും ഒന്ന് മൂടി വെച്ച് ചൂടാക്കി നമ്മളൊരു 45 മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റോളമായി. നല്ലോണം തിളച്ച് നല്ലൊരു ഭംഗിക്ക് വന്നിട്ടുണ്ട്. അത് നല്ലോണം നമ്മൾ ഇളക്കിയിട്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലയാണ്. ഗരം മസാലകൾ നല്ലോണം ചേർത്ത് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെക്കുക. 5 മിനിറ്റ് ശേഷം ഇതുപോലെ നല്ല പോർക്ക് റോസ്റ്റ് റെഡിയാക്കി കിട്ടുന്നതായിരിക്കും.